എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങി സ്വർഗഭോജ്യം മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ നടന്നു പോയവൻ മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആ മുഖം നമുക്ക് ദർശിക്കാം. അവിടുന്ന് കരുണയാണ്. പിതാവ് കരുണയായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകുവിൻ. സുവിശേഷ ഭാഗ്യങ്ങളിൽ പറഞ്ഞു, കരുണ ഉള്ളവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മളോടും കർത്താവ് കരുണ കാണിക്കുന്നു. അല്ലെങ്കിൽ നമ്മളോട് കർത്താവ് കരുണ കാണിച്ചതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴേ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആ പ്രസരണം, ആ അനുഭവം നമുക്കുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ലീഗൽ ലിസ്റ്റായിട്ട് നിയമപ്രകാരം അത് അവൾ ചെയ്തില്ല, അതുകൊണ്ട് അവൾക്കെതിരെ ഇവൾക്കെതിരെ ഞാൻ നിയമമെടുക്കും. ഈശോ അങ്ങനെയല്ല. നിയമത്തിലൂടെ അല്ല ദൈവരാജ്യം വരുന്നത്, മറിച്ച് നിയമം പൂർത്തിയാക്കാൻ ഈശോ വന്നിരിക്കുന്നതിലൂടെ ഈശോ തന്നെ നിയമം
നടപ്പാക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഏതാനും കാര്യങ്ങൾ: ഒന്ന്, നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള ആ പൂർണ്ണ അവബോധത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ ദാസരല്ല, നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവമക്കളാണ്. അവനിൽ വിശ്വസിക്കുന്നവരും അവനെ സ്വീകരിക്കുന്നവരും ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ എന്തോ ഒരു ഓമനത്വത്തോടെയാണ് പറയുന്നത്, നമ്മൾ ദൈവമക്കളാണ്, അങ്ങനെ തന്നെ ആകുകയും. ദൈവമക്കളായ നമ്മളെ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും എന്തെങ്കിലും ബലഹീനതകളിൽ നമുക്ക് വന്നു പോയാൽ, സിസ്റ്ററുണ്ടോ അവിടെ? 1 യോഹന്നാൻ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 3:9 അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. അതാണ് ആ ഫരിസേയരോട് ഈശോ കാണിച്ചത്. അവർ പാപിനിയെ കല്ലെറിയാൻ വന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ അവരുടെ തന്നെ നിയമം അനുസരിച്ച് കൊലപാതകമാണ് അവർ ചെയ്യാൻ വന്നത്. എന്നാൽ യേശുവിൻ്റെ കരുണ കടാക്ഷം അവരിൽ പതിഞ്ഞപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പാപിനിയോട് പറഞ്ഞത്, മേലിൽ പാപം ചെയ്യില്ല, നീ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്തിരിക്കുന്നു. 1 യോഹന്നാൻ 2 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2 ആ 2 വായിച്ചു. നമുക്ക് 2 അത് 1 2 നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്. എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത് വിശ്വസിക്കുകയും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്കും ഇത് ബാധകമാണെന്നും വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഈശോയുടെ രക്ഷാകര മൂല്യങ്ങൾ നമ്മളിൽ നടപ്പാക്കുന്നതിനാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 3-4 വചനങ്ങളിൽ പറയുന്നത്, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രത്യാശിക്കുന്നു. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സ്നേഹം, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കൗദാശികമായി നമ്മൾ രൂപാന്തരപ്പെടുന്നു.
പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഇത് എല്ലാം ശരിയാവും എങ്ങനെയാണെങ്കിൽ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിശക്തമായ ഒരു പരിശുദ്ധാത്മ രൂപാന്തരീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതൊരു ഇന്നർ ഹീലിംഗ് അല്ല, ഒരു ആന്തരിക സൗഖ്യമല്ല നമുക്ക് വേണ്ടത്, ഒരു സത്ത രൂപാന്തരീകരണമാണ്. ആന്തരികമായ ഒരു രൂപാന്തരീകരണമാണ് നമുക്ക് വേണ്ടത്. നമ്മിലെ ആ പഴയ മനുഷ്യനെ അതിൻ്റെ സകല ചെയ്തികളോടും കൂടി ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറയുന്നതാണ് ഈ വീണ്ടും ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഫരിസേയൻ. ആ ഫരിസേയനാണ് കൽപ്പനകളും ചട്ടങ്ങളും നമ്മളിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നലെ വായിച്ചു കൊളോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. 2:14. ഈ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞത് കാനായിലെ കല്യാണത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് നിക്കോദേമോസ് പറഞ്ഞത്, ദൈവം കൂടെയില്ലെങ്കിൽ ഇതുപോലെയുള്ള അടയാളങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ മനസ്സിലാക്കണം, കാനായിലെ കല്യാണം അവരെ വീഞ്ഞ് കുടിപ്പിച്ച ആ കുടുംബത്തിനെ രക്ഷിക്കാനൊന്നുമല്ല. ഈ പുതിയ ഉടമ്പടി അനുസരിച്ചുള്ള പുതുവീഞ്ഞാണ്. ആ പഴയ ഉടമ്പടിയാകുന്ന പഴയ വീഞ്ഞ് തീർന്നു, അത് തീർന്നു. നിയമവും പ്രവാചകന്മാരും യോഹന്നാനോടെ തീർന്നു. ഇനി പുതിയ ഒരു നിയമം വന്നിരിക്കുന്നു. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ നിയമം ആണ് ഇനി. ആ നിയമമാണെന്ന്. അതാണ് ക്രിസ്ത്യാനിയുടെ നിയമം. അതിൽ 10 കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട്. 10 കൽപ്പനകൾ പൂർത്തീകരിക്കാനാണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ നിയമത്തെ നമ്മൾ സ്വീകരിക്കുകയും ഈ പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ആ പുതുവസ്ത്രം നമ്മൾ അണിയുകയും ചെയ്തുകൊണ്ട് പഴയതിനെ ഉപേക്ഷിക്കുക. അങ്ങനെ പഴയതിനെ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ടൊന്ന് തയ്യാറാവുക. ധൈര്യമായി ഉപേക്ഷിക്കാം. കാരണം ഈ പുതിയതിൽ പഴയതിനേക്കാൾ കൂടുതലായിട്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പുതിയ തോൽക്കുടം, പുതുവീഞ്ഞ്. വീഞ്ഞ് പുതിയത് നമുക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ തോൽക്കുടം പഴയതാണെങ്കിൽ വീഞ്ഞ് അതിൽ നിറയ്ക്കാൻ പറ്റില്ല. നമ്മുടെ പഴയ തോൽക്കുടത്തെ രൂപാന്തരീകരിക്കാൻ പോവുകയാണിപ്പോൾ. ഇനി തുടർന്നുള്ള നാളെയുള്ള കുർബാനയിലും അഭിഷേക പ്രാർത്ഥനയും എല്ലാം ഇതാണ്. നമ്മുടെ പഴയ തോൽക്കുടത്തെ ഉപേക്ഷിക്കാം. പാമ്പിൻ്റെ പടം എന്താ പറയുക, പടം പൊഴിയുന്നത് പുതിയ തുകൽ വരുമ്പോഴാണ്. എന്ന പോലെ തന്നെയാണ് നമ്മൾ പുതിയ വസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിലൂടെയുള്ള പുതുജീവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയത് താനേ പോയിക്കോളും. പാമ്പിന് പുതിയ തുകൽ വന്നു കഴിയുമ്പോൾ പഴയത് താനേ പോയിക്കോളും. പൗലോസ് പറയുന്നുണ്ട്, പഴയത് ഉരിഞ്ഞ് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, പുതിയത് ധരിക്കുക എന്നതാണ്. പുതിയത് ധരിക്കുമ്പോൾ പഴയത് താനേ പോയിക്കോളും. എന്താണ് പുതിയത്? യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയുമുള്ള പുതിയ കൽപ്പന. അത് സ്വീകരിക്കുമ്പോൾ മോശയിലൂടെ വന്നിരിക്കുന്ന പഴയ കൽപ്പന താനേ മാറുകയും എന്നാൽ അതിൻ്റെ സാരാംശം മുഴുവനും നമ്മൾ പൂർത്തിയാകുകയും ചെയ്യും. ഈ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മളുടെ പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുകയാണ്. നമ്മൾ ആരെയും ഇനി വിധിക്കുന്നില്ല. നമ്മളിലുള്ള ഫരിസേയനാണ് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ ഈശോയുടെ സാദൃശ്യത്തിലേക്ക് പടിപടിയായി ഉയരാൻ പോവുകയാണ്. എല്ലാവരും
ചേർന്ന് പ്രാർത്ഥിക്കുക. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പുതിയ മനുഷ്യനാക്കണമേ, എന്നെ പുതിയ മനുഷ്യനാക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. രൂപാന്തരപ്പെടുത്തണമേ. എന്നിലുള്ള പരിസയ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റണമേ. മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠന്റെ അവസ്ഥയിൽ നിന്നും യേശുവിന്റെ അവസ്ഥയിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഇതൊരു ഭവനത്തിലായിരുന്നിട്ടും ഒരു ദാസനെ പോലെയല്ല, മകനെ പോലെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ പിതാവിന്റെ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിലുള്ള ഫരിസേയനെ കത്തിച്ചു കളയണമേ. എന്നിലുള്ള ക്രിസ്തു സ്വഭാവത്തെ ജ്വലിപ്പിക്കണമേ. ഞാൻ മകനാണ്, മകളാണ്. ആത്മാവേ, ദാഹത്തോടെ പാടുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നുദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നുദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. കൈയടിച്ച് പാടാം. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ബോധ്യത്തോടെ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോടുകൂടെ, പുത്രൻ എന്നോടുകൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ, പുത്രൻ എന്നോടുകൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. രൂപാന്തരീകരിക്കുന്ന
പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ദൈവാത്മാവ് ഞങ്ങളുടെ ആത്മാവിനോട് ലയിക്കുമ്പോൾ ഞങ്ങളിലുള്ള പരിസയ മനോഭാവം മാറ്റി ക്രിസ്തു മനോഭാവത്തിലേക്ക് ആക്കണമേ. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ, ദൈവമക്കളാണ് നമ്മൾ. ദൈവമക്കളാണ് നമ്മൾ. യേശുവിന്റെ സഹോദരരാണ് നമ്മൾ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, 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 ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ, എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, 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 എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം നൽകണമേ, എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം നൽകണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ 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 Hallelujah, 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 പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന, ഞങ്ങളിലുള്ള പരിസേനെ
ഉരിഞ്ഞു മാറ്റണമേ. ഞങ്ങളിൽ പുതുജീവൻ നൽകണമേ. ഞങ്ങൾക്ക് പുതുവസ്ത്രം നൽകണമേ. എല്ലാവരും ശബ്ദം ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പുതുജീവൻ എന്ന് പറയുന്നത് മകൾ എന്നതിൻ്റെ പൂർണ്ണ അനുഭവമാണ്. മകനാണ് നമ്മൾ, മകളാണ് നമ്മൾ. അതാണ് ഈശോയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഈശോയുടെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവിനെ നമ്മളിൽ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരെയും പുത്രരാക്കിയിരിക്കുന്നു. നമ്മളിനി അടിമകളല്ല, പാപത്തിൻ്റെ അടിമകളുമല്ല, നിയമത്തിൻ്റെ അടിമകളുമല്ല. നമ്മൾ സ്വതന്ത്രരാണ്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആത്മാവാണ് നമ്മുടെ ഇനി പുതിയ നിയമം. ആത്മാവ് നയിക്കുന്നു. ഇതിലെ വരുന്നു, ഇത് ചെയ്യരുത്, ചെയ്യുന്നില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അതാണ് പുതിയ നിയമം. ഇത് പഴയ നിയമത്തിലില്ല. പൂർണ്ണമായിട്ട് പ്രോത്സാഹിപ്പിക്കുക നമ്മളെ തന്നെ. ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മളിത് വിശ്വസിക്കണം. നമ്മൾ ആരാണ്? നമ്മൾ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച ആ മകൻ, അതോ ചേട്ടൻ വീട്ടിലായിരുന്നിട്ടും മകനാണെന്നറിയാതെ ഈ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളോ? നമുക്ക് പശ്ചാത്തപിക്കേണ്ടത് ഇതാണ്. നമ്മൾ മറ്റുള്ളവരെ ദൈവമക്കളായിട്ട് കാണണം. ഔസേപ്പ് പിതാവിൻ്റെ മനോഭാവം ആരെയും അപമാനിതയാക്കാൻ നമ്മൾ ഒന്നും ചെയ്യരുത്. ദൈവം അവരെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കും. നമ്മളിൽ എന്താണ് പ്രധാനമായിട്ട് രൂപാന്തരപ്പെടേണ്ടത്? അതൊന്ന് മനസ്സിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മൾ രണ്ടുപേർ മുഖാമുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത വ്യക്തിയെ മകളായി, ദൈവത്തിൻ്റെ മകളായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഈശോയുടെ സഹോദരിയായി സ്വീകരിച്ചുകൊണ്ട് ആ മകളെ തലയിൽ കൈവച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവളിൽ പുതിയ സൃഷ്ടിയാകണം, പൂർണ്ണമായി ഈശോയെ പോലെ ആകണം. ഒരു സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കാം. ചിലയിടത്ത് 3 പേരുണ്ടെങ്കിൽ 3 പേര് ഒരുമിച്ച് നിൽക്കാവുന്നതാണ്. പ്രാർത്ഥിച്ചോളൂ. ശാലവല ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ.
വസിക്കേണമേ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ പുതിയ സൃഷ്ടിയാക്കണമേ. ഞങ്ങളിലുള്ള പരിസയ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റണമേ. ഞങ്ങളുടെ പഴയ തോൽക്കുടം ഉരിഞ്ഞു മാറ്റണമേ. നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. അടുത്ത താങ്ക് യു ജീസസ്. അടുത്ത ആൾ പ്രാർത്ഥിക്കാം. ഈശോയേ, മകളെ അങ്ങയുടെ മകളാണ്. ദൈവമേ, അബാപിതാവേ, അങ്ങയുടെ മകളാണ്, മകനാണ്. ഞാൻ സ്വീകരിച്ചുകൊണ്ട് മകൻ്റെ മകൾക്കുള്ള എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ ഓഹരി. പൂർണ്ണമായിട്ട് ഈ മകളെ രൂപാന്തരപ്പെടുത്തുന്നതിനും പ്രാർത്ഥിക്കുന്ന കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങൾക്കറിയില്ല കർത്താവേ, എങ്ങനെ 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 ഞങ്ങൾ മാറണം. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ പച്ചവെള്ളം പോലെയാണ്, ഞങ്ങൾ പച്ചവെള്ളം പോലെയാണ്. എന്നാൽ അങ്ങ് ഞങ്ങളെ തൊടുമ്പോൾ ഞങ്ങൾ പുതുവീഞ്ഞായി മാറും. അങ്ങ് ഞങ്ങളെ തൊടുമ്പോൾ ഞങ്ങൾ പുതുവീഞ്ഞായി മാറും. അങ്ങിൽ വിശ്വസിക്കുന്നതിലൂടെ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ അവകാശമാണ്. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ അവകാശമാണ്. കർത്താവാണ് ഞങ്ങളുടെ അവകാശം. അങ്ങ് ഞങ്ങളെ രൂപാന്തരീകരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. യേശുവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയുടെ തൊട്ടടുത്ത് വന്നിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എന്താണ് നമ്മുടെ അധ്വാനം? നമ്മുടെ പഴയ മനുഷ്യരെ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. ഈ പഴയ സ്വഭാവം പോകുന്നില്ല. നമ്മൾ ആ പഴയ മനുഷ്യനെ, ആ ഫരിസേയ സ്വഭാവത്തെ മാറ്റാൻ അധ്വാനിക്കുന്നു, പോകുന്നില്ല. പല പാപങ്ങളും ഇന്നും നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നു, പോകുന്നില്ല. എന്നാൽ ഈശോ പറയാണ്, അങ്ങനെ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അധ്വാനിച്ചത് കൊണ്ട് പച്ചവെള്ളം വീഞ്ഞാകില്ല. നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം മാറില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഭാരമേറ്റെടുക്കാനും
നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ആശ്വസിപ്പിക്കാനുമാണ്. എൻ്റെ അടുത്ത് വരിൻ. ആ ബോധ്യത്തോടു കൂടി ഈശോയുടെ അടുക്കൽ വന്ന് ശരിക്കങ്ങ് ഈശോ എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങ് എന്നെ മാറ്റണം. കുറച്ച് പേര് പുറകുവശത്ത് വരിക, പൂർണ്ണമായിട്ട് അങ്ങ് ഈശോന് വിട്ടുകൊടുക്കുക, പൂർണ്ണ വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുക. ഈശോ മാറ്റും. ആ ഫരിസേയരെ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. ആ വചനത്തിൽ അവരെ രൂപാന്തരപ്പെടുത്തി. ആ വചനം അവരെ രൂപാന്തരപ്പെടുത്തി. ആ വചനം അവരെ രൂപാന്തരപ്പെടുത്തി. നമ്മളിലുള്ള ഫരിസേയ മനോഭാവത്തെ ഈശോയെ ഞങ്ങൾ അടിയറവയ്ക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മണവാട്ടിമാരാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ദൈവമേ, പരിശുദ്ധ മാതാവേ, പരിശുദ്ധ മറിയമേ, അങ്ങയുടെ സ്വഭാവമാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഔസേപിതാവേ, ഓ നീതിമാനായ ഔസേപ്പേ, ആ നീതി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന ഫരിസേയ മനോഭാവം എടുത്ത് മാറിക്കഴിയുമ്പോൾ ഞങ്ങളിലുള്ള ക്രിസ്തു കത്തിജ്വലിക്കും. ഞങ്ങൾ പുതിയൊരു ക്രിസ്തുവായി മാറും. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരെയും ഇനി അവഹേളിക്കേണ്ട. ഞങ്ങളിലുള്ള ഈ സ്വഭാവത്തെ പുതുവീഞ്ഞാക്കി മാറ്റണേ. ശാലബല ഈശോയെ. എന്നാൽ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ശക്തിക്ക് പറ്റില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. യേശുവിനെ 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 ഇത് പറ്റും. യേശുവേ, അങ്ങ് എൻ്റെ ജീവിതത്തെ പുതിയതാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഫോർമേഷൻ. നമുക്ക് സാവധാനം എന്നിട്ട് അവിടെ തന്നെ മുട്ടുകുത്തി നിന്നുകൊണ്ട് സ്തുതിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ സ്തുതിക്കുക. നമ്മൾ ചോദിക്കുന്നതും എല്ലാം തരുന്നു കർത്താവ്. നമ്മൾ തരുന്നത് നമ്മൾ മറ്റൊന്നുമല്ല ചോദിക്കുന്നത്. കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഇനിയും മാറേണ്ടതായ രൂപാന്തരീകരണം കർത്താവ് തന്നെ മാറ്റാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിൽ ഒരു കോശം പോലും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ അങ്ങ് ഞങ്ങളെ രൂപാന്തരീകരിക്കും. ഫരിസേയരെ രൂപാന്തരീകരിച്ചു. മൂത്ത സഹോദരനോട് പറഞ്ഞു, മകനേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് മോനെ. ഈശോയേ, നന്ദി നന്ദി നന്ദി.
സ്വതന്ത്രമായി നിങ്ങൾക്ക് സ്തുതിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചോളൂ. എല്ലാവരും എഴുന്നേൽക്കാം. യഥാസ്ഥാനത്തേക്ക് പോകാം. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം. ജീവൻ നൽകുമൊരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും
മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നമുക്കിരിക്കാം.